ഹായ്, ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ മാസവും 2000 രൂപ വീതം തന്നെയായിരിക്കും വിതരണം. 3000 രൂപയിലേക്കുള്ള വർധനവിനെക്കുറിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ അറിയിപ്പുകൾ വരുന്നതേയുള്ളൂ. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ 2000 രൂപ വീതം യഥാർത്ഥ തീയതിയിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. 3000 രൂപയിലേക്കുള്ള വർധനവ് ഉടനെ ഉണ്ടാവില്ല. അതിന് ചെറിയ കാലതാമസമുണ്ട്. അതിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക, അതുപോലെ തന്നെ ലിസ്റ്റിലുള്ള അനർഹരെ മനസ്സിലാക്കി പുറത്താക്കുക, മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുക, ഇങ്ങനെയുള്ള പുതിയ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് സർക്കാർ. അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത്. എന്തായാലും വരുന്ന മാസങ്ങളിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ തീർച്ചയായും ലഭിക്കും. ഘട്ടം ഘട്ടമായുള്ള വർധനവിന് പകരം ഒറ്റയടിക്കുള്ള വർധനവാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ഉടനെ തന്നെ നഷ്ടമാവുന്നതാണ്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നൽകിയിരുന്നത് ജൂൺ മാസം 30-ാം തീയതിയാണ്. 30-ാം തീയതി അവസാനിച്ച സ്ഥിതിക്ക് ഇനി അവർക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ 2 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നൽകിയിരുന്ന അവസാന തീയതിയും ജൂൺ 30-ആണ്. അവർക്കും ഇനി തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല. ഇത് നിങ്ങൾ അറിയാത്ത കാരണം സമർപ്പിക്കാതെ ഇരുന്നതാണ് എങ്കിലും നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്തിലോ ഇല്ലെ അക്ഷയോ കേന്ദ്രങ്ങളിലോ പോയി നിങ്ങൾ അന്വേഷിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കിതിൻ്റെ കാരണം വ്യക്തമാവുക. അതിനുശേഷം നിങ്ങൾ ഇത് സമർപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ എപ്പോഴാണോ ഇത് സമർപ്പിക്കാനുള്ള അപേക്ഷ ഇല്ലെങ്കിൽ സമയം നൽകുന്നത്, ആ സമയത്ത് മാത്രമേ നിങ്ങൾക്കിത് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുന്ന പക്ഷം തൊട്ടടുത്ത ഘട്ടത്തിലുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കും. എങ്കിലും ഇപ്പോൾ നൽകുന്ന പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങിപ്പോകുന്നതാണ്. ആ പെൻഷൻ വീണ്ടും ലഭിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അപ്ഡേഷനുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സമർപ്പിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥ സമയത്ത് തന്നെ സമർപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതാണ്. ജൂലൈ മാസ പെൻഷൻ യാതൊരു മുടക്കവുമില്ലാതെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും, എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുള്ളവർക്ക്. ഓക്കെ, ഇതുപോലുള്ള ഇൻഫർമേറ്റീവായുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്